അങ്ങനെ ഹാജി മസ്താൻ സലാമു വെച്ച ഷാജി പാപ്പൻ ആട് 3 നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. കൃത്യമായിട്ട് അഭിപ്രായം പറയാനാണെങ്കിൽ ഇത് തൂക്കി മലർത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല നല്ല ഹ്യൂമർ പോർഷൻസ് ഉണ്ട്. ചിലത് ഫ്ലാറ്റ് ആണ്, ചിലത് അത്യാവശ്യം നല്ല ഹ്യൂമർ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പൊട്ടിച്ചിരിക്കാനുള്ള മാലപ്പടക്കം സൃഷ്ടിക്കാനുള്ള മൊമെന്റ്സ് പടത്തിലില്ല. പക്ഷെ ചിരിച്ച് മറിയാനായിട്ടുള്ള മൊമെന്റ്സ് ഇല്ലെങ്കിൽ പോലും ചിരിക്കാനുള്ള വകുപ്പ് സിനിമയ്ക്കകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രീൻ പ്ലേ വർക്കിംഗ് നല്ല രസമുണ്ട്. ടൈം ലൈനിൽ സെറ്റ് ചെയ്തിരിക്കുന്നതും ഭയങ്കര രസമുണ്ട്. ഒരു ഘട്ടത്തിൽ 2 ടൈം ലൈനുകൾ പ്രത്യേകമായി കാണിച്ചെങ്കിൽ പോലും പിന്നീട് കഴിയുമ്പോഴേക്കും ഇന്റർ കട്ട് ചെയ്ത് ആ ടൈം ലൈനുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു പക്ഷേ കഥാഗതിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയേക്കാം. ഇന്റർവെൽ പോർഷൻസിൽ അങ്ങനെയാണ് തോന്നുന്നത്. രസകരമായിട്ട് വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ധർമ്മജന്റെ പോർഷൻസ് ആണ്. ധർമ്മജൻ അത്യാവശ്യം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇൻട്രോ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. എല്ലാ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആണല്ലോ. ഇൻട്രോ സീന് നമ്മൾ പറഞ്ഞ ആ യൂട്യൂബിലെ സീൻ ഉണ്ടല്ലോ, ആ സീൻ ഇല്ല. ആ സീൻ പടത്തിലില്ല. അത് ചിലർക്കെങ്കിലും ആശ്വാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ സീൻ എന്തായാലും പടത്തിൽ അവർ യൂസ് ചെയ്തിട്ടില്ല. ഇൻട്രോ എനിക്ക് ഷാജി പാപ്പന്റെ ഇൻട്രോ, നമ്മൾ ആ ഒരു ഐക്കോണിക് ക്യാരക്ടറിന് കിട്ടുന്ന ആ ഒരു ഇൻട്രോ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ഷാജി പാപ്പന്റെ മ്യൂസിക് ഒക്കെ ഗംഭീരമായിരുന്നെങ്കിൽ പോലും ആ ഇൻട്രോ വളരെ ഫ്ലാറ്റ് ആയ പോലെ തോന്നി. പൊളിച്ച ഇൻട്രോ സാത്താൻ സേവിയറിന്റെ ഇൻട്രോ ആണ്. അതൊരു ഒന്നൊന്നര ഇൻട്രോ ആയിരുന്നു. ഇത് സണ്ണി വെയിനിക്ക് കിട്ടിയ വൺ ഓഫ് ദ ജെം ഇൻട്രോസ് അത് ഈ പടത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തിന് കിട്ടുന്നതിനേക്കാളും വലിയൊരു ഇൻട്രോ അവിടെ സാത്താൻ സേവിയറിന് കിട്ടി. പി ശശി ചെയ്ത ഇന്ദ്രൻസിന്റെ ക്യാരക്ടറിന് ഗംഭീരമായ ഇൻട്രൊഡക്ഷൻ ആണ് കിട്ടിയത്. സർബത്ത് സമീറിനെയും നല്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഷാജി പാപ്പന്റെ എന്തോ ഫിൽ ഫ്ലാറ്റ് എന്നതുപോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി സംസാരിക്കണം. ഷാൻ റഹ്മാൻ ഗംഭീരമായിട്ടുണ്ട്. ആ വേദികയുടെ ഡാൻസ് തിയേറ്ററിൽ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ എനിക്ക് അറിയില്ല സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് ഒരു ബിൽഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. ആ വേൾഡ് ബിൽഡിംഗ് ഭയങ്കര രസമുണ്ട്. 3 വെവ്വേറെ ടൈം ലൈനുകളാണ്. ആ 3 വെവ്വേറെ ടൈം ലൈനുകളിൽ നിന്ന് ഫ്യൂച്ചറിൽ തുടങ്ങി പാസ്റ്റും പ്രസന്റുമായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അത് കുഴപ്പമില്ല, രസമുണ്ട്. നല്ല ഹ്യൂമർ പോർഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാം ഫെൽ ഫ്ലാറ്റ് എന്നതുപോലെയാണ്. ചിലത് ഫെൽ ഫ്ലാറ്റ്, ബട്ട് ബാക്കിയുള്ള ചിലത് വർക്കായിട്ടുണ്ട്. നമ്മൾ വർക്കുകളിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ സെറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്തു പറയണം. നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത് രസകരമാണ്. മലയാള സിനിമയിൽ നിന്നും അങ്ങനെ ഒരു ആർട്ട് വർക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി. ഇതുവരെ ഡ്യൂഡിന് എൻട്രി വന്നിട്ടില്ല. അതായത് അസം ഖാന്റെ എൻട്രി വന്നിട്ടുണ്ട്. വിനായകന്റെ ഡ്യൂഡ് ഇതുവരെ സ്ക്രീനിൽ വന്നിട്ടില്ല. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഡ്യൂഡിന് എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. ഡ്യൂഡ് ഇതുവരെ വന്നിട്ടില്ല. വെയിറ്റിംഗ് ഫോർ ഡ്യൂഡ്. പിന്നെ ഇതിന് ഏറ്റെടുക്കാൻ തയ്യാറായ വിജയ് ബാബു, വേണു കുന്നപ്പള്ളി എന്ന 2 പ്രൊഡ്യൂസേഴ്സിനും ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം ഇതുപോലൊരു ക്യാൻവാസിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. ഇറ്റ്സ് എ ഹെവി റിസ്ക്. നല്ല ഹെവി റിസ്ക് ആണ്. ഈ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കോമഡി എന്ന ബാക്ക് ബോണിൽ പിടിച്ചു നിൽക്കുകയാണ് ഈ പടം. ആ ബാക്ക് ബോൺ ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വീഴും. പക്ഷെ അങ്ങനെ ഒരു ബാക്ക് ബോൺ ഫ്ലാറ്റ് ആവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അഖിൽ ജോർജിന്റെ സിനിമാറ്റോഗ്രഫിയും എടുത്തു പറയണം. പ്രത്യേകിച്ച് പാസ്റ്റിൽ ഹി ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ്. ലിജോ പോളാണ് എഡിറ്റർ. സ്റ്റെഫി സേവിയർ കോസ്റ്റ്യൂം ഡിസൈനർ. കോസ്റ്റ്യൂംസിൽ കൊടുത്തേക്കുന്ന മൈന്യൂട്ട് പരിപാടികളുണ്ട്. മൈന്യൂട്ട് ഡീറ്റെയിലിങ്സ് ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ചിലത് ഓവർ ദ ടോപ്പായിട്ട് തന്നെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളൊരു ഇതിൻ്റെ പുറത്ത് തന്നെയായിരിക്കും അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഗ്രാൻഡ്യോർ ഉണ്ട്, ഭയങ്കര രസമുണ്ട്, എല്ലാം കൊണ്ടും രസമാണ്. പിന്നെ പാപ്പനും പിള്ളേരും എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ഫുക്രു ആഡ് ഓൺ ആവുന്നുണ്ട്, കൃഷ്ണജീവി. പക്ഷെ ഫുക്രുവിന് അധികം സംഭാഷണങ്ങളൊന്നുമില്ല. മൂങ്ങയുടെ അനിയനായിട്ടാണ് ഫുക്രു വരുന്നത്. എന്നാലും മൂങ്ങയെ മിസ് ചെയ്യുന്നില്ല. ഒരു വീഡിയോ കോളിൽ മൂങ്ങയെ കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നി. ആൻഡ് ഓവറോൾ ഇറ്റ്സ് നൈസ്. സർബത്ത് സമീറിന്റെ ഹ്യൂമറുകളെല്ലാം വർക്കായി. അതായത് വിജയ് ബാബുവിന്റെ പരിപാടി എല്ലാം വർക്കായി. പക്ഷേ എന്തോ ഷാജി പാപ്പൻ ഇൻട്രോ പ്രതീക്ഷിച്ച് ഹൈ കിട്ടിയില്ല. ആട് 2 ഇതിലും നല്ല ഇൻട്രോ ഉണ്ടായിരുന്ന പോലെ തോന്നി. എന്തായാലും വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് ഹാഫ്. പക്ഷേ ഹ്യൂമർ അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കായിട്ടുണ്ട്. പക്ഷേ എല്ലാം പൊട്ടിച്ചിരിച്ചു പോയാലുള്ളകുന്ന രീതിയിലുള്ള ഹ്യൂമർ ഒന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹ്യൂമർ ആണ് പടത്തിൽ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് സ്ക്രീൻ പ്ലേയിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ടൈം ലൈനുകൾ സൃഷ്ടിക്കാൻ പ്രത്യേകിച്ച് എന്നത് എനിക്ക് തോന്നി. അറക്കൽ അബുവിൻ്റെ മണ്ടത്തരങ്ങൾ കുറവാണ്. അങ്ങനെ അറക്കൽ അബുവിൻ്റെതായ മണ്ടത്തരങ്ങൾ ഇല്ല, അത് കുറവാണ്. പിന്നെ പടക്കുറിപ്പ് ആയിട്ടാണ് പാസ്റ്റിൽ സൈജു കുറിപ്പ് വരുന്നത്. അത് കുഴപ്പമില്ല. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്ലേ ചെയ്യാനുള്ള റോളൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാരക്ടേഴ്സ്. കാരണം എല്ലാ ഐക്കോണിക് ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്ത് പോകാതെ പറ്റത്തില്ല. എന്നാൽ ഈ ക്യാരക്ടേഴ്സിനോട് ഭയങ്കരമായ നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ നോ. എനിക്ക് ആകെ നീതി പുലർത്തിയായിട്ട് തോന്നിയത് സർബത്ത് സമീർ, പി ശശി, സാത്താൻ സേവിയർ എന്ന 3 ക്യാരക്ടേഴ്സാണ്. ഷാജി പാപ്പനോട് എന്തോ ആ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തീരെ വർക്കായില്ല. പിന്നെ ഒരു മന്ത്രവാദിയും ഷാജി പപ്പനും തമ്മിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അത്
അത് രസമുള്ള സീക്വൻസ് ആയിരുന്നു, സൂപ്പർ സീക്വൻസ് ആയിരുന്നു. അത് ആ ഹ്യൂമർക്ക് മേൽ ഹ്യൂമർ ആയിരുന്നു ആ സീക്വൻസ്. ബട്ട് ഇതാണ് ഷാജി പാപ്പൻ്റെ ഇൻട്രോ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. ക്യാപ്റ്റൻ ക്ലീറ്റസും തിരക്കില്ല. അതാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.